അവസാനിപ്പിക്കാനും ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാനും ഭരണഘടനയെ സംരക്ഷിക്കാനും ആസേത് ഹിമാചലം, രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനസംഘവും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ സമാനതയില്ലാത്ത പോരാട്ടത്തിന് ജീവത്യാഗം ചെയ്ത എത്രയോ ബലിദാനികളുണ്ട്. ഇന്നും ജീവച്ഛവമായിട്ടുള്ള എത്രയോ ധീരരായ ആളുകളുണ്ട്. അവരുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമേ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നത് നമ്മുടെ പുതിയ തലമുറക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ കഴിയില്ല. കാരണം 75-ൽ ജനിച്ചവരാണെങ്കിൽ ഇന്ന് 49 വയസ്സാണ്. അവർക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു 60 കാലഘട്ടത്തിൽ, ഒരു 60-65 കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് എന്നാലും കുറച്ചൊക്കെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഞാനൊക്കെ SSLC പഠിക്കുന്ന സമയത്താണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അതിന് കുരുക്ഷേത്രം എന്നുള്ള ഒരു ലഘുലേഖ ചില കോൺഗ്രസ് ഓഫീസുകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ശാഖയിലെ മുഖ്യ ശിഷ്യക്ക് എന്നോട് പറഞ്ഞത്. വായിച്ചു നോക്കാതെ അതങ്ങ് വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീടാണ് ഇത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ലഘുലേഖയാണ് എന്നൊക്കെ എൻ്റെ ബാല്യകാലങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറയുന്നത് പുതിയ തലമുറക്ക് ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് യാതൊരു പരിചയവുമില്ല. പക്ഷേ അവരിൽ നമുക്ക് അടിയന്തരാവസ്ഥ കാളരാത്രികളെ കുറിച്ച് ബോധ്യപ്പെടുത്തണം. കാരണം അടിയന്തരാവസ്ഥ ഒരു പാഠമാണ്, മാത്രമല്ല സത്യത്തിൽ അടിയന്തരാവസ്ഥ ഒരു പാഠ്യ വിഷയമാകേണ്ടത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി ഒരു ഏകാധിപത്യത്തിന്റെ തടവറയിലേക്ക് അടക്കം ചെയ്തത്, ഭാരതം മുഴുവൻ എങ്ങനെയാണ് ഒരു കാരാഗ്രഹമാക്കി മാറ്റി ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി മാറ്റിയത് എന്നുള്ളത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, നമ്മുടെ നൂറ്റാണ്ട് കാലത്തെ അടിമത്തത്തിനെതിരെ നാം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഭാരതം സ്വതന്ത്രമായത് 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രി.